ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC വിന്നറിലേക്ക് സ്വാഗതം. നമ്മുടെ പവർ ട്രാൻസ്മിഷൻ്റെ 4ാമത്തെ വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഇനി പറയാൻ ബാക്കി വെച്ച ബെൽറ്റ് ഡ്രൈവ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രൈവുമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റും അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ഡ്രൈവ് ട്രാൻസ്മിറ്റ് പവർ ബൈ ഫ്രിക്ഷൻ? ഓപ്ഷൻ എ സ്പർ ഗിയർ ഡ്രൈവ്, ഓപ്ഷൻ ബി ചെയിൻ ഡ്രൈവ്, ഓപ്ഷൻ സി വോം ഗിയർ ഡ്രൈവ്, ഓപ്ഷൻ ഡി ബെൽറ്റ് ഡ്രൈവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അല്ലേ നമ്മുടെ ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ബെൽറ്റ് ഡ്രൈവ് ആണ്. നമ്മൾ ഓർത്തിരിക്കുക, ബെൽറ്റ് ഡ്രൈവിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടൈപ്പ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മൾ പലരും കണ്ടതാണല്ലേ, ചെറുപ്പത്തിലും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ മില്ലിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തില്ലേ, അവിടെയൊക്കെ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ബെൽറ്റ് ഡ്രൈവിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രിക്ഷൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പുള്ളിയിൽ നിന്ന് അടുത്തൊരു പുള്ളിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്തൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഷാഫ്റ്റ് എന്തിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാകുക? ഒരു പുള്ളിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാകുക? ഷാഫ്റ്റിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ രണ്ട് പുള്ളികൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പുള്ളിൻ്റെയും ബെൽറ്റിൻ്റെയും ഫ്രിക്ഷൻ കാരണമാണ് എന്ത് നടക്കുന്നത്? പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രൈവിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പുള്ളിൻ്റെയും ബെൽറ്റിൻ്റെയും ഫ്രിക്ഷൻ മൂലമാണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ബെൽറ്റിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സ്ട്രെസ് എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. മറന്നു പോകട്ടെ, നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൽ ബെൽറ്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒരു ടെൻസൈൽ സ്ട്രെസ് ആണ് അല്ലേ. രണ്ട് ഭാഗത്തും കൂടി പിടിച്ച് വലിക്കുന്ന പോലെ ഒരു പ്രവണതയല്ലേ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇനി നമുക്ക് ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാൽ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. ആദ്യത്തേത് ഡ്രൈവർ പുള്ളി. ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവർ പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? പവർ സപ്ലൈ ചെയ്യുന്നത് അല്ലേ. പവർ സപ്ലൈ ചെയ്യുന്ന പുള്ളി ഏതാണോ ആ പുള്ളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈവർ പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരു പുള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തത് ഡ്രിവൺ പുള്ളി. ആ പവർ റിസീവ് ചെയ്യുന്ന പുള്ളി ഏതാണോ ആ പുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? മറ്റൊരു പുള്ളിയിലേക്ക് നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്. ആ പവർ റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടേം ഫസ്റ്റ് പഠിക്കുന്ന രണ്ട് ടേമാണ് ഡ്രൈവറും ഡ്രിവണും. മാറിപ്പോകരുത്. ഇനി അങ്ങോട്ട് മുഴുവനും നമുക്ക് ഉപയോഗിക്കുന്ന രണ്ട് ടേമും കൂടിയാണ് ഡ്രൈവറും ഡ്രിവണും. അടുത്തത് ടെൻഷൻ സൈഡ്. ടെൻഷൻ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബെൽറ്റിൻ്റെ കേസിൽ ശരിക്കും എന്താ ചെയ്യുന്നത്? ഡ്രൈവർ പുള്ളി ഒരു ഭാഗത്തുനിന്ന് ബെൽറ്റിന് എന്ത് ചെയ്യുന്നു? പുള്ളി ചെയ്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് എന്താ ചെയ്യുന്നത്? പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പുള്ളി ചെയ്യുന്ന ആ ഭാഗത്ത് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? മാക്സിമം ടെൻഷൻ ആയിരിക്കും. ഓക്കെ, ഓർമ്മിക്കണേ. പുള്ളി ചെയ്യുന്ന സൈഡിൽ എന്ത് ചെയ്യും? ടെൻഷൻ കൂടുതലായിരിക്കും. ആ സൈഡിനാണ് നമ്മൾ ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ആ പുഷ് ചെയ്യുന്ന സൈഡ്, ഈ ഒരു സൈഡ് അല്ലേ, ഇവിടെ ഈ ഒരു ഫിഗർ പ്രകാരം ഈ ഒരു സൈഡിലാണ് എന്തെന്ന് പറയുന്നത്? സ്ലാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാക്ക് സൈഡിൽ എന്തായിരിക്കും? മിനിമം ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ടെൻഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ടെൻഷൻ അനുഭവപ്പെടുന്ന സൈഡാണ് ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത്. സ്ലാക്ക് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ടെൻഷൻ അനുഭവപ്പെടുന്ന സൈഡാണ്. അടുത്തത് ആർക്ക് ഓഫ് കോണ്ടാക്ട് അല്ലേ. ബെൽറ്റ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് പുള്ളി സർഫസ്. പുള്ളി സർഫസിൽ ബെൽറ്റ് കോണ്ടാക്ട് വരുന്ന ആ ഒരു സർഫസ് ഏരിയ അല്ലേ, ആ ഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പുള്ളിയുടെ സർഫസിൽ എത്രമാത്രം എന്ത് വന്നു? കോണ്ടാക്റ്റിൽ ബെൽറ്റ് വന്നു എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, എന്താണ്?
ഡ്രൈവർ പുള്ളി എന്താണ്, അതായത് ഡ്രിവൺ പുള്ളി എന്താണ്, ടെൻഷൻ സൈഡ്, സ്ലാക്ക് സൈഡ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബെൽറ്റിലെ പവർ ട്രാൻസ്മിഷന് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബെൽറ്റ് ആണ്. ഒന്നെന്താണ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ് ആണ്. രണ്ടാമത്തത് ബെൽറ്റ് ടെൻഷൻ ഓൺ പുള്ളി, പുള്ളിയിലെ ബെൽറ്റ് ടെൻഷൻ. മൂന്നാമത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെൽറ്റ് ഡ്രൈവിൽ എന്ത് ചെയ്യും, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, മറന്നു പോകരുത്. ഏതൊക്കെയാണ്? വെലോസിറ്റി ഓഫ് ബെൽറ്റ്, ബെൽറ്റ് ടെൻഷൻ ഇൻ പുള്ളി ആൻഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പൊതുവെ നമ്മൾ ഈ ഒരു ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ നമ്മൾ ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും പറഞ്ഞില്ല, ടെൻഷൻ സൈഡ് അല്ലെങ്കിൽ ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും പറഞ്ഞു. പൊതുവെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് സൈഡ് എപ്പോഴും എവിടെയാണ് കൊടുക്കുക, ബോട്ടത്തിലാണ് കൊടുക്കുക കേട്ടോ. ടൈറ്റ് സൈഡ് ഇവിടെ ഫിഗറിൽ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കൊടുക്കുക എവിടെയാണ്, ബോട്ടത്തിലാണ്, അടിയിലാണ് കൊടുക്കാറുള്ളത്. സ്ലാക്ക് സൈഡ് എപ്പോഴും എവിടെയാണ് കൊടുക്കുക, മുകളിലാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, മറന്നു പോകരുതേ. അപ്പോൾ ടൈറ്റ് സൈഡ് താഴെയും സ്ലാക്ക് സൈഡ് മുകളിലായിട്ടാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടുക വേണ്ടിയിട്ടാണ്. അങ്ങനെ ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടുമ്പോൾ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യും, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വിത്ത് വിച്ച് ഫ്ലാറ്റ് ബെൽറ്റ് ആർ മെയ്ഡ് ഓഫ്? ഓപ്ഷൻ എ നൈലോൺ, ഓപ്ഷൻ ബി ലെതർ, ഓപ്ഷൻ സി ബലാട്ട, ഓപ്ഷൻ ഡി റബ്ബർ. അതായത് ഫ്ലാറ്റ് ബെൽറ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ലെതറാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് നോക്കാനുള്ളത് ബെൽറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ബെൽറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കാം. അതിന് മുമ്പ് ബെൽറ്റ് മെറ്റീരിയൽസിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. ഏതൊരു മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതെന്ത് ചെയ്യണം, കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം, കൂടുതൽ ഡാമേജ് ഒന്നും ഇല്ലാതെ പോകണം അല്ലേ. അതിനൊക്കെ എന്ത് ചെയ്യുന്നത്, കുറേ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ബെൽറ്റ് മെറ്റീരിയൽ വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. രണ്ടാമത്തത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് വേണം. അതോടൊപ്പം തന്നെ ഹൈ വിയർ റെസിസ്റ്റൻസും അതോടൊപ്പം തന്നെ ഹൈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ഓർമ്മിക്കണേ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഹൈ ആയിരിക്കണം, ടെൻസൈൽ സ്ട്രെങ്ത് എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം, ഹൈ വിയർ റെസിസ്റ്റൻസ് ആയിരിക്കണം, ഹൈ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം. കാരണം ഫ്ലെക്സിബിലിറ്റി പറയലേ, പറയാൻ വിട്ടുവരാണ്, തുടക്കത്തിൽ പറയേണ്ടതാണ്. നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ഡ്രൈവിന് ഉദാഹരണമാണ്. കാരണം ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് പവർ ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബെൽറ്റിന് എന്ത് വേണം, ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതൽ വേണം. നമുക്കിനി ബെൽറ്റ് മെറ്റീരിയലിലേക്ക് കിടക്കാം. ആദ്യത്തേത് ലെതർ ബെൽറ്റ്. ഓക്കെ, അതായത് ലെതർ ബെൽറ്റ് സാധാരണയായിട്ട് നിർമ്മിക്കുന്നത് സ്റ്റീർ ഹൈറ്റ്സിൽ നിന്നുണ്ടാക്കുന്ന ബെൽറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെതർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ ലോങ് സ്ട്രിപ്പുകളായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെതർ ബെൽറ്റ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഈ ബെൽറ്റിന് 2 സൈഡ് ഉണ്ടാവും, ഹെയർ സൈഡും ഫ്ലഷ് സൈഡും. അതിൽ ഈ ഹെയർ സൈഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പുള്ളിൻ്റെ സർഫസുമായിട്ട് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്റ്റിൽ വരുന്നത്. ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തതാണത് കോട്ടൺ ഓർ ഫാബ്രിക് ബെൽറ്റ് എന്ന് പറയുന്നത്. കോട്ടൺ ഓർ ഫാബ്രിക് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസോ അല്ലെ കോട്ടൺ ഡെക്കോ എന്ത് ചെയ്തു, ഫോൾഡ് ചെയ്തിട്ട് 3 or more ലെയേഴ്സ് ആക്കി മാറ്റിയ ശേഷം അതെന്ത് ചെയ്യും, ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് നിർമ്മിക്കുന്ന ടൈപ്പ് ബെൽറ്റിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, കോട്ടൺ ഓർ ഫാബ്രിക് ബെൽറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഫാം മെഷീനറിയിലും ബെൽറ്റ് കൺവേഴ്സിലുമാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തതെന്ന് പറയുന്നത് റബ്ബർ ബെൽറ്റാണ്. റബ്ബർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ഫാബ്രിക് ലെയേഴ്സുമായി കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ടൈപ്പ് ബെൽറ്റിനെയാണ് നമ്മൾ റബ്ബർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസോ ഓയിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റബ്ബർ ബെൽറ്റ് പെട്ടെന്ന് എന്താവും, ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബെൽറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഏതാണ്, റബ്ബർ ബെൽറ്റാണ്. കൂടാതെ സോ മിൽസിലും പേപ്പർ മിൽസിലേക്കാണ് നമ്മൾ സാധാരണയായിട്ട് റബ്ബർ ബെൽറ്റ് എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. മറന്നു പോകരുതേ, ഗ്രീസ് ഓയിലൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താവും, ഡാമേജ് ആവും. ഫ്ലെക്സിബിൾ ആണ്. അതോടൊപ്പം തന്നെ സോ മിൽസും പേപ്പർ മിൽസിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബലാട്ട ബെൽറ്റ് എന്ന് പറയുന്നത് റബ്ബർ ബെൽറ്റിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ബെൽറ്റാണ് ബലാട്ട ബെൽറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റബ്ബറിന് പകരം എന്തുപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, ബലാട്ട ഗം യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതാണ് PSC നിരന്തരം ചോദിക്കാറുള്ളത്. എന്താണ് പ്രത്യേകത, ഇത് ആസിഡ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. കൂടാതെ എനിമൽ ഓയിൽസോ ആൽക്കലീസോ കാര്യങ്ങളൊന്നും എന്തിനെ എഫക്റ്റ് ചെയ്യില്ല, ഈ ബലാട്ട ബെൽറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് എബവ് 40 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കാറില്ല, ബലാട്ട ബെൽറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബെൽറ്റിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. അതിൽ റബ്ബർ ബെൽറ്റും ബലാട്ട ബെൽറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളിൽ വരുന്ന ബെൽറ്റ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In a V belt drive, the belt makes contact at option A, the bottom of the pulley, option B, side of the groove of the pulley, option C, side of the groove and bottom of the pulley, option C, could make contact anywhere. എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? V ബെൽറ്റ് ഡ്രൈവിൽ ബെൽറ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ബി, സൈഡ് ഓഫ് ദി ഗ്രൂവ് ഓഫ് ദി പുള്ളി. പുള്ളീൻ്റെ പുള്ളിയിൽ നമ്മൾ എന്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാവും V ബെൽറ്റിൻ്റെ കേസിൽ. അപ്പോൾ ആ ഗ്രൂവിൻ്റെ സൈഡിലാണ് എന്ത് ടച്ച് ചെയ്യുന്നത്? ബെൽറ്റ് ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൽറ്റ് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് എന്താണ്? ടൈപ്പ് ഓഫ് ബെൽറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ടൈപ്പ് ബെൽറ്റ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? V ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ പുള്ളി എന്ന് പറയുന്നത്. ഈ പുള്ളിയിൽ എന്ത് കട്ട് ചെയ്തിട്ടുണ്ട്? ഒരു V ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെൽറ്റ് ഇറക്കിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൽറ്റ് എവിടെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? സൈഡിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കോണ്ടാക്ട് ചെയ്യുന്നത്. ബോട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? കോണ്ടാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻസോടുകൂടി നോക്കിക്കാണും. അത്രയും തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായി ചോദിച്ചതുമാണ്. അപ്പോൾ നമുക്ക് ബെൽറ്റ് ടൈപ്പ് നോക്കാം. ആദ്യത്തേത് ഫ്ലാറ്റ് ബെൽറ്റ്. അതായത് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരോ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ചെറിയ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. അതാണ് നേരോ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെ പറഞ്ഞത്. പക്ഷേ ഓപ്ഷനിൽ നേരോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ എന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഓർമ്മിക്കുക, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ആണ്. കൂടാതെ മോഡറേറ്റ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതായത് ഫ്ലാറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്ന കേസിൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല? 8 മീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. ഓർമ്മിക്കണേ, ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കൂടാൻ പാടില്ല? 8 മീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. ചില ബുക്കിലൊക്കെ 10 മീറ്റേഴ്സും പറയാറുണ്ട്. എന്നാലും നമ്മൾ 8 മീറ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും പറയാറുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത്. കൂടാതെ മിനിമത്തിൻ്റെ കേസ് നമ്മൾ നോക്കണം. അതായത് ഷാഫ്റ്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ലാർജർ പുള്ളീൻ്റെ ഡയമീറ്ററിൻ്റെ 3.5 ടൈംസ് കുറയാനും പാടില്ല. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് ഫ്ലാറ്റ് ബെൽറ്റ് കേസിൽ. ഒന്നെന്താണ്? റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്ററിൽ കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ലാർജർ പുള്ളീൻ്റെ ഡയമീറ്ററിൻ്റെ 3.5 ടൈംസ് കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്ലാറ്റ് ബെൽറ്റിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് V ബെൽറ്റ്. ഓക്കെ, ഇതാണ് കാണുന്ന ടൈപ്പ് ബെൽറ്റാണ് V ബെൽറ്റ് എന്ന് പറയുന്നത്. V ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ്. ഓർമ്മിക്കണേ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ V ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ്. പിന്നെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? പുള്ളീൻ്റെ ഗ്രൂവിൻ്റെ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? V ബെൽറ്റ് ടച്ച് ചെയ്യുന്നത്. പൊതുവെ ലാർജ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? V ബെൽറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഓർത്തിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 പോയിന്റാണ്. ഒന്നെന്താണ്? ഷോർട്ട് ഡ്രൈവ്സിലാണ് പ്രധാനമായി എന്ത് യൂസ് ചെയ്യുന്നത്? V ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ഡ്രൈവ്സിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ആ V എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിലെ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ടു 40 ഡിഗ്രിയാണ്. 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ റേഞ്ചിൽ കൊടുക്കാം, അല്ലെങ്കിൽ 40 ഡിഗ്രീനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് PSC കൊടുക്കാറുണ്ട്. PSCൻ്റെ ആൻസർ കീഴിൽ ചിലപ്പോൾ 40 ഡിഗ്രിയാണ് പറയാറുള്ളത്. എന്നാൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ്. കൂടാതെ പവർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മൾട്ടിപ്പിൾ V ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ 2 or 1 അതിലധികം എന്ത് ഉപയോഗിക്കാറുണ്ട്? നമ്മൾ V ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? പവർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരു ബെൽറ്റ് മാറ്റേണ്ടി വന്നാൽ തന്നെ ഓർമ്മിക്കണേ, അപ്പോൾ 2 V ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഇമേജ് ചെയ്യുക. അത് നമുക്ക് ഒരു ബെൽറ്റ് മാറ്റേണ്ടി വന്നാൽ തന്നെ ആ 2 ബെൽറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിഫോം ലോഡിങ് എൻസ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? V ബെൽറ്റിൻ്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ്. അടുത്തത് സർക്കുലർ ബെൽറ്റ് ഓർ റോപ്പ് ബെൽറ്റ്. ഓക്കെ, അപ്പം പൊതുവെ ലാർജ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? സർക്കുലർ ബെൽറ്റ് ഓർ റോപ്പ് ബെൽറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പൊതുവെ യൂസ് ചെയ്യുന്നത് ഹോയിസ്റ്റിംഗ് എക്യുപ്മെൻറ്റിലാണ് നമ്മൾ
ഉപയോഗിക്കുന്നത്. ഇനി ആ റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഫൈബർ ഓർ സ്റ്റീൽ കൊണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ബെൽറ്റിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും നിർബന്ധമായി അതിൻ്റെ വാല്യൂസും കാര്യങ്ങളും അതിൻ്റെ പർപ്പസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ദി ഡ്രിവൺ ആൻഡ് ഡ്രൈവിംഗ് പുള്ളീസ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഓപ്ഷൻ എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ ബി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ സി ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലർ പുള്ളി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൽ ഡ്രൈവിംഗ് പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ബെൽറ്റ് ഡ്രൈവിനെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള രണ്ട് ടൈപ്പ് ബെൽറ്റ് ഡ്രൈവ് ആണ്. ഒന്ന് ക്രോസ് ബെൽറ്റ് ഡ്രൈവും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും. അതിൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളിയും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കണ്ടില്ലേ, ഒന്ന് ഈ ഡയറക്ഷനാണെങ്കിൽ ഒന്നെന്താണ്? ഓപ്പോസിറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രിവൺ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെൽറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ രീതി തന്നെ ഒരു ക്രോസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ക്രോസ് ബെൽറ്റിനെ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഇവിടെ ഷാഫ്റ്റുകൾ തമ്മിൽ, പുള്ളിയിലുള്ള ഷാഫ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും. എന്നാലും പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അടുത്തതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദി ഷാഫ്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് 20 ബി. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ബെൽറ്റ് ആൻഡ് സ്പീഡ് ഓഫ് ബെൽറ്റ് ഷുഡ് ബി ലെസ് ദാൻ 50 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ രീതി നമ്മൾ ഒരു ബെൽറ്റ് അറേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഷാഫ്റ്റുകൾ തമ്മിലുള്ള ദൂരം ഒരു പരിധിയിൽ കൂടാനോ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ സ്പീഡ് ഒരു സർട്ടൺ ലിമിറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാലോ ബെൽറ്റുകൾ തമ്മിൽ എന്ത് സംഭവിക്കും? കോണ്ടാക്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അല്ലേ. ബെൽറ്റുകൾ തമ്മിൽ എന്ത് സംഭവിക്കും? വിയർ ആൻഡ് ടിയർ എന്ത് ചെയ്യും? സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഷാഫ്റ്റുകൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് ഓർമ്മിക്കണേ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാഫ്റ്റുകൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് 20 ടൈംസ് വിഡ്ത്ത് ഓഫ് എ ബെൽറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓർമ്മിക്കുക, ഷാഫ്റ്റുകൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 20 ടൈംസ് വിഡ്ത്ത് ഓഫ് ദി ബെൽറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബെൽറ്റിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അതായത് 50 മീറ്റർ പെർ സെക്കൻഡിൽ കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, കൂടാതെ ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഡ്രൈവർ പുള്ളിൻ്റെയും ഡ്രിവൺ പുള്ളിൻ്റെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഡെറിവേഷനോ അതിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര ഒന്ന് ഓർത്ത് വെച്ചോളുക. ക്രോസ് ബെൽറ്റ് ഡ്രൈവിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? ഡ്രൈവറിൻ്റെയും ഡ്രിവൻ്റെയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് ലെങ്ത് ഓഫ് ബെൽറ്റ്. നമ്മളിവിടെ ക്രോസ് ബെൽറ്റിൽ ഉപയോഗിക്കുന്ന ബെൽറ്റിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് റേഡിയസിൻ്റെ കേസിലും ഒന്ന് പുള്ളി ഡയമീറ്ററിൻ്റെ കേസിലും നമ്മൾ ഓർത്ത് വെക്കണം. അതായത് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബെൽറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു എക്സ് എന്ന് പറഞ്ഞ ടേം കാണാം. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളീൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത പുള്ളീൻ്റെ സെൻറ്ററിലേക്കുള്ള ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ബെൽറ്റ് റേഡിയസിൻ്റെ കേസിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഇൻറ്റു R1 + R2 + 2x + R1 + R2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ആണ്. ഓക്കെ, ഇനി പുള്ളി ഡയമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ ലെങ്ത് ഓഫ് ബെൽറ്റ് ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു D1 + D2 + 2x + D1 + D2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4x ആണ്. അപ്പോൾ ആ ലെങ്ത് ഓഫ് ബെൽറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് 20 ടൈംസ് ഓഫ് വിഡ്ത്ത് ഓഫ് ബെൽറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ 50 മീറ്റർ പെർ സെക്കൻഡിൽ ഉള്ളിലായിരിക്കണം ഇതിൻ്റെ സ്പീഡ് എന്ന്, ബെൽറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ലെങ്ത് ഓഫ് ബെൽറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഓപ്പൺ ബെൽറ്റ്. ഓപ്പൺ ബെൽറ്റും ഇതേപോലെ ഷാഫ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായിട്ടായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ബെൽറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഡ്രിവൻ്റെയും ഡ്രൈവറിൻ്റെയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ക്രോസ് ബെൽറ്റിൻ്റെ കേസ് എന്തായിരുന്നു? രണ്ടും സെയിം ആയിരുന്നു. ഇനി ഓപ്പൺ ബെൽറ്റിലെ ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒന്ന് പുള്ളി റേഡിയസിൻ്റെ കേസിലാണെങ്കിൽ L is equal to π into R1 + R2 + 2x + R1 - R2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ആണ്. ഓക്കെ, ഇനി പുള്ളി ഡയമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ L is equal to π/2 ഇൻറ്റു D1 + D2 + 2x + D1 - D2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4x ആണ്.
ഓക്കെ, അവിടെ അവസാനത്തെ R1 മൈനസ് R2 അതേപോലെ D1 മൈനസ് D2 അല്ലേ. എന്നാൽ ക്രോസ് ബെൽറ്റിൻ്റെ കേസിൽ അവിടെ എന്തായിരുന്നു, രണ്ടും പ്ലസ് ആയിരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഈസ് ഓപ്ഷൻ എ സ്പീഡ് ഓഫ് ഡ്രൈവർ പുള്ളി ടു സ്പീഡ് ഓഫ് ഡ്രിവൺ പുള്ളി, ഓപ്ഷൻ ബി സ്പീഡ് ഓഫ് ഡ്രിവൺ പുള്ളി ടു സ്പീഡ് ഓഫ് ഡ്രൈവർ പുള്ളി, ഓപ്ഷൻ സി ഡ്രിവൺ പുള്ളി ഡയമീറ്റർ ടു ഡ്രൈവർ പുള്ളി ഡയമീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വെലോസിറ്റി ഓഫ് റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ബി സ്പീഡ് ഓഫ് ഡ്രിവൺ പുള്ളി ടു സ്പീഡ് ഓഫ് ഡ്രൈവർ പുള്ളി, അതിനെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ ഡ്രിവൺ പുള്ളീൻ്റെയും ഡ്രൈവർ പുള്ളീൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി റേഷ്യോ ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VR = N2/N1 എന്നാണ് വരിക. ഓക്കെ, എന്നാൽ നമ്മൾ പുള്ളിൻ്റെ ഡയമീറ്ററിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, വെലോസിറ്റി റേഷ്യോ പറയാറുണ്ട്. ഓക്കെ, ഡ്രൈവറിൻ്റെയും ഡ്രിവൻ്റെയും പുള്ളീൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, വെലോസിറ്റി റേഷ്യോ പറയാറുണ്ട്. അതായത് D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഡ്രൈവറും D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഡ്രിവണും ആണെങ്കിൽ പുള്ളി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, D1/D2 ആണ്. ഓക്കെ, മറന്നു പോരുതേ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, വെലോസിറ്റി റേഷ്യോ N2/N1 D1/D2 ആണ്. ഓക്കെ, മറന്നു പോരുത്. അപ്പോൾ N2 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡ്രിവൺ പുള്ളിയാണ്, N1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഡ്രൈവർ പുള്ളിയാണ്. ഇനി നമ്മളിവിടെ ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവും കൂടി പഠിക്കാം. ഇതിൻ്റെ ഒപ്പരം പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വെലോസിറ്റി റേഷ്യോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ബെൽറ്റിൻ്റെ കേസിലെ വെലോസിറ്റി റേഷ്യോ പറയുമ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഡ്രൈവ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് പുള്ളീസ് യൂസ് ചെയ്തിട്ടാണ്. ഓർമ്മിക്കണേ, ഇവിടെ ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്നും ഇതാണ് നമ്മുടെ ഡ്രൈവർ ഷാഫ്റ്റ്, ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു സീരീസ് ഓഫ് പുള്ളീസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഷാഫ്റ്റിൽ എന്ത് ചെയ്യും, രണ്ടോ അതിലധികം പുള്ളീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ടൈപ്പ് ഡ്രൈവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ പുള്ളി ഇവിടെ രണ്ടാമതൊരു പുള്ളി ഉണ്ടാവും അല്ലേ, ഇതാണ് നമ്മുടെ ഡ്രിവൺ എന്ന് പറയുന്നത്. ആ ഡ്രിവണിനെ കറക്കുന്നു. ഈ ഡ്രിവൺ ആരെ കറക്കുന്നു, ഈ മൂന്നാമത്തെ പുള്ളിനെ കറക്കുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ പുള്ളിയും മൂന്നാമത്തെ പുള്ളി ഉള്ളത് എന്താണ്, ഒരേ ഷാഫ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പുള്ളിയാണ് ആരെ കറക്കുന്നത്, നാലാമത്തെ പുള്ളിനെ കറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പുള്ളിയും മൂന്നാമത്തെ പുള്ളിയും എന്തായിരിക്കും, ഡ്രൈവർ പുള്ളിയായിരിക്കും. രണ്ടാമത്തെ പുള്ളിയും നാലാമത്തെ പുള്ളിയും എന്തായിരിക്കും, ഡ്രിവൺ പുള്ളിയായിരിക്കും. ഓക്കെ, ഓർത്തിരിക്കണേ. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് കോമ്പൗണ്ട് ബെൽറ്റിൻ്റെ വെലോസിറ്റി റേഷ്യോ ആണ്. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എ ലാസ്റ്റ് ഡ്രിവൺ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് എ ഫസ്റ്റ് ഡ്രൈവർ ആണ്. ഓർമ്മിക്കണേ, സ്പീഡ് ഓഫ് എ ലാസ്റ്റ് ഡ്രിവൺ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് എ ഫസ്റ്റ് ഡ്രൈവർ. ഓക്കെ, അതായത് N4/N1. അതായത് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, N4/N1 ആണ്. നമ്മുടെ അത് പുള്ളീൻ്റെ കേസിലെ പറയുകയാണെങ്കിലോ പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ഡ്രൈവേഴ്സ്. അപ്പോൾ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നതൊക്കെയാണ് 1ഉം 3ഉം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വരും, D1 × D3. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ഡ്രിവൺസ് എന്ന് പറയുന്നതൊക്കെയാണ് 2ഉം 4ഉം ആണ്. അപ്പോൾ എന്ത് വരും, D2 × D4 അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി റേഷ്യോ N4/N1 D1 × D3 D2 × D4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അതായത് ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് പുള്ളി ഉപയോഗിച്ചിട്ടായിരിക്കും. അത് തന്നെ ഒരു പർട്ടിക്കുലർ ഷാഫ്റ്റിൽ എന്ത് ചെയ്യും, രണ്ടോ അതിലധികമോ പുള്ളികൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് N4/N1 D1 × D3 D2 × D4 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മളൊരു പുള്ളി റേഷ്യോ എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെലോസിറ്റി റേഷ്യോയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മളത് വിളിക്കുന്നത് പുള്ളി റേഷ്യോ എന്ന് പറയുന്നത്. ഓർമ്മിക്കണേ, വെലോസിറ്റി റേഷ്യോൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പുള്ളി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് D2/D1 = N1/N2. ഓക്കെ, എന്താണ് D2/D1 = N1/N2. ആറാമത്തെ ക്വസ്റ്റ്യൻ,
The relative movement of the belt with respect to the pulley due to the lower friction is called option A creep, option B sag, option C slip, option D none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ലോവർ ഫ്രിക്ഷൻ കാരണം അല്ലെ പുള്ളിയുമായി ബന്ധപ്പെട്ട് ബെൽറ്റിനുണ്ടാവുന്ന റിലേറ്റീവ് മൂവ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്ലിപ്പാണ്. ഓക്കെ, എന്താണ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? പുള്ളിയും ബെൽറ്റും തമ്മിലൊരു ഫ്രിക്ഷൻ കാരണമാണ് അല്ലേ. അപ്പോൾ ആ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഗ്രിപ്പ് അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബെൽറ്റ് പുള്ളിന്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സ്ലിപ്പ് ആകാൻ അല്ലെ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽറ്റിൽ ഈ സ്ലിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ബെൽറ്റ് എന്തല്ല എന്ന് പറഞ്ഞത് ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ല എന്ന് പറഞ്ഞത്. സ്ലിപ്പ് പൊതുവെ എക്സ്പ്രസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജിലാണ്. ഓർമ്മിക്കണേ, സ്ലിപ്പ് എക്സ്പ്രസ് ചെയ്യത്രയാണ് പേഴ്സൻറ്റേജിലാണ്. അതുപോലെ തന്നെ സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? നമ്മുടെ വെലോസിറ്റി റേഷ്യോയും കുറയും, പവർ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇനി സ്ലിപ്പ് ഉണ്ടാകാൻ 3 കാരണക്കാരുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുന്നപ്പുറം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഹെവി ലോഡ് ഉണ്ടായാലും എന്ത് കുറയും? സ്ലിപ്പ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ടെൻഷൻ കുറവായി കഴിഞ്ഞാലും സ്ലിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് പുള്ളി വളരെ ചെറുതായി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കുറയും? സ്ലിപ്പ് ഒക്കെ കുറയും. ഇപ്പോൾ സ്ലിപ്പിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഗ്രിപ്പില് സഫിഷ്യന്റ് ഗ്രിപ്പ് ഇല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ പുള്ളിന്റെ സർഫസിൽ നിന്നും ബെൽറ്റ് തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് വെലോസിറ്റി റേഷ്യോ എന്ത് ചെയ്യുന്നത്? എഫക്ട് ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജ് ആണ് സ്ലിപ്പ് നമ്മൾ പറയാറുള്ളത്. 3 കാരണങ്ങൾ, സ്ലിപ്പ് ഒക്കെ അറിയാനുള്ള 3 കാരണങ്ങൾ: ഹെവി ലോഡ്, ടെൻഷൻലെസ്, ഡ്രൈവിംഗ് പുള്ളി, സ്മോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്രീപ്പും കൂടി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സ്ലിപ്പും ക്രീപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കേസ് ഉണ്ടാകാറുണ്ട്. ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് ഡ്രൈവിൽ ഒരു സ്ലാക്ക് സൈഡും ഒരു ടൈറ്റ് സൈഡും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ടൈറ്റ് സൈഡിൽ ടെൻഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സ്ലാക്ക് സൈഡിൽ എന്തായിരിക്കും? ടെൻഷൻ കുറവായിരിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ടെൻഷൻ സൈഡിൽ ബെൽറ്റ് എന്താവും? ചെറുതായിട്ട് എന്ത് ചെയ്യും? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ടെൻഷൻ സൈഡ് എത്തുമ്പോൾ ബെൽറ്റിൻ്റെ സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ലാക്ക് സൈഡ് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു എക്സ്റ്റെൻഡ് സംഭവിക്കുന്നുണ്ട്, ഒരു കോൺട്രാക്ട് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലെങ്ത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതായത് പുള്ളിയും ബെൽറ്റും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രീപ്പ് എന്ന് പറയുന്നത്. അതായത് ക്രീപ്പ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? അൺഈക്വൽ ടെൻഷനിങ് ടൈറ്റ് ആൻഡ് സ്ലാക്ക് സൈഡാണ്. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം. നമുക്കറിയാം ഒരു ബെൽറ്റിന് 2 സൈഡ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് സ്ലാക്ക് സൈഡും ഒന്നെന്താണ്? ടൈറ്റ് സൈഡ് അല്ലെങ്കിൽ ടെൻഷൻ സൈഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ സൈഡിൽ എന്തായിരിക്കും? ടെൻഷൻ മാക്സിമം ആയിരിക്കും. സ്ലാക്ക് സൈഡിൽ എന്തായിരിക്കും? ടെൻഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ ടെൻഷൻ സൈഡിൽ എത്തുമ്പോൾ ബെൽറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ബെൽറ്റ് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. എന്നാൽ സ്ലാക്ക് സൈഡിൽ എത്തുമ്പോൾ എന്താവും? വീണ്ടും കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഈ റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രീപ്പിന്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ക്രീപ്പിന്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഈക്വൽ ടെൻഷനിങ് ടൈറ്റ് ആൻഡ് സ്ലാക്ക് സൈഡ് ആണ്. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When belt transmitting maximum power equal to the centrifugal tension, twice the centrifugal tension, thrice the centrifugal tension, option D 4 times the centrifugal tension. ഒരു ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ സി ത്രൈസ് ദി സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ്. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് നോക്കാം. അതായത് ബെൽറ്റ് പുള്ളിയുടെ കർവ്ഡ് സർഫസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഔട്ട്വാർഡിലേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് കാരണം ബെൽറ്റിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? ബെൽറ്റ് പുള്ളിയുടെ കർവ്ഡ് സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഔട്ട്വാർഡിലേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് കാരണം, അതായത് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ബെൽറ്റിൽ എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ കുറവാണെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഒന്നും കൺസിഡർ ചെയ്യാറില്ല. എന്നാൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ കൂടുതലാകുകയാണെങ്കിൽ ആ നമ്മുടെ കാൽക്കുലേഷനിലൊക്കെ എന്ത് ചെയ്യണം? ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC is equal to Tmax/3 എന്നൊരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ഓർത്തേക്കുക. TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ്. Tmax എന്ന് പറഞ്ഞാൽ മാക്സിമം ടെൻഷൻ ഇൻ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ സെൻട്രിഫ്യൂഗൽ ടെൻഷനുമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യം കൂടി ഓർത്ത് വെച്ചോളാം. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കാരണം ടൈറ്റ് സ്ലൈഡും സ്ലാക്ക് സൈഡും എന്ത് ചെയ്യും, ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ പവർ ട്രാൻസ്മിഷൻ്റെ കേസിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ യാതൊരു ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവാറില്ല. അതായത് പവർ ട്രാൻസ്മിഷൻ്റെ കേസിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൂടിയാലും കുറഞ്ഞാലും എന്തില്ല, യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആലോചിക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെൽറ്റ് ഈസ് യൂസ്ഡ് വെൻ ആക്സസ് ഓഫ് ടു ഷാഫ്റ്റ് ആർ പെർപെൻഡിക്കുലർ ആൻഡ് ഇന്റർസെക്റ്റിംഗ്? ഓപ്ഷൻ എ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ ബി ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ഓപ്ഷൻ സി ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഗേഡ് പുള്ളി, ഓപ്ഷൻ ഡി സ്റ്റെപ്പ്ഡ് പുള്ളി ഡ്രൈവ് വിത്ത് ദി ഗേഡ് പുള്ളി. പെർപെൻഡിക്കുലറും ഇന്റർസെക്റ്റിംഗ് ചെയ്യുന്നതുമായ രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ഏതാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് അതിന് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഗേഡ് പുള്ളി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടൈപ്പ് ഡ്രൈവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഷാഫ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, റൈറ്റ് ആംഗിൾ അല്ലേ. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കൂ, നമ്മുടെ ഡ്രൈവർ ഇതാണ് നമ്മുടെ ഡ്രിവൺ അല്ലേ, ഇതാണ് നമ്മുടെ ഡ്രൈവർ, ഇതാണ് നമ്മുടെ ഡ്രിവൺ. ഇതിനെന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ, റൈറ്റ് ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ഡ്രൈവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. അതായത് ഇവിടെ ഷാഫ്റ്റിന് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും റൈറ്റ് ആംഗിൾസിലായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഷാഫ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും ഒരു റൈറ്റ് ആംഗിൾ ഡയറക്ഷനിലായിരിക്കും. അതായത് ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളി എന്തായിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു റൈറ്റ് ആംഗിൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് വിളിക്കാം. മറന്നു പോകരുതേ. അപ്പോൾ റൈറ്റ് ആംഗിൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരാളാണെന്ത്, ഗേഡ് പുള്ളി. ഇപ്പോൾ ക്വാർട്ടർ ടൺ വിത്ത് ഗേഡ് പുള്ളി എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ ആൻസർ വന്നത്. എന്താണ് ഈ ഗേഡ് പുള്ളി? നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഈ ഒരു പുള്ളികളെ തമ്മിൽ റൈറ്റ് ആംഗിൾ കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്, ഗേഡ് പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗേഡ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുള്ളിയാണ് എന്തെന്ന് പറയുന്നത്, ഗേഡ് പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഹൊറിസോണ്ടലിനെ വെർട്ടിക്കലാക്കി ചേഞ്ച് ചെയ്യാം, വെർട്ടിക്കലിനെ ഹൊറിസോണ്ടലാക്കി ചേഞ്ച് ചെയ്യാം. ആ രീതിയിൽ ചേഞ്ച് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുള്ളിയാണ് ഗേഡ് പുള്ളി എന്ന് ഓർമ്മിക്കണം. അത് ക്വാർട്ടർ ടൺ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നമുക്ക് ജോക്കി പുള്ളി, ഐഡിലർ പുള്ളിയൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ജോക്കി പുള്ളി, ഐഡിലർ പുള്ളിയും ഗേഡ് പുള്ളിയൊക്കെ എന്തായി പോരുത്, പരസ്പരം മാറിപ്പോരുത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഓർമ്മിച്ച് വെക്കുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുള്ളിയാണ് എന്തെന്ന് പറയുന്നത്, ഗേഡ് പുള്ളി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Jockey pulley is that which? Option A increase the area of contact in pulley, transmit power in driver pulley. Option C runs the shaft at a different speed. Option D all of this. ഒരു ജോക്കി പുള്ളി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ഇൻക്രീസ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻ എ പുള്ളി. പുള്ളിയിലെ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു പുള്ളിയാണെന്ന് പറയുന്നത് ജോക്കി പുള്ളി എന്ന് പറയുന്നത്. അതായത് ബെൽറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ബെൽറ്റിൻ്റെ ടെൻഷൻ കുറയില്ലേ. അപ്പോൾ ബെൽറ്റിൻ്റെ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബെൽറ്റ് എന്താവും, ലൂസാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, കുറയും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബെൽറ്റിലേക്ക് ഫോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ടൈപ്പ് പുള്ളിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഐഡിലർ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയി ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട്, അവിടെ ടെൻഷൻ വരും, ടെൻഷൻ കുറയും അല്ല. നമ്മൾ ബെൽറ്റ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കും ബെൽറ്റ് ലൂസ് ആവില്ലേ. അതായത് അവിടെ പവർ ട്രാൻസ്മിഷനൊക്കെ കുറയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുള്ളി, ആ പുള്ളി നമ്മൾ ഐഡിലർ പുള്ളി അല്ലെങ്കിൽ ജോക്കി പുള്ളി എന്ന് പറയുന്നത് ഇത് സ്വന്തം ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ചെയ്ത് ഉറപ്പിക്കും അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ടൈപ്പ് പുള്ളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോക്കി പുള്ളി അല്ലെങ്കിൽ ഐഡിലർ പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ഓർത്ത് വയ്ക്കുക. ഐഡിലർ പുള്ളി അല്ലെങ്കിൽ ജോക്കി പുള്ളി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ ടെൻഷൻ ഇൻ ബെൽറ്റ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താ ഇൻക്രീസ് ചെയ്തിട്ട് ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോക്കി പുള്ളി അല്ലെങ്കിൽ ഐഡിലർ പുള്ളി യൂസ് ചെയ്യുന്നത്. അതും ഗേഡ് പുള്ളിയായിട്ട് മാറിപ്പോകരുത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ബെൽറ്റ് ഡ്രൈവ് പുള്ളീസ് ആർ മെയ്ഡ് സ്ലൈറ്റ്ലി കോൺവെക്സ് സർഫസ്. ദിസ് കോൺവെക്സ് സർഫസ് ഇസ് കോൾഡ്. ഓപ്ഷൻ എ ഹമ്പ്, ഓപ്ഷൻ ബി പീക്ക്, ഓപ്ഷൻ സി ക്രൗൺ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ബെൽറ്റ് ഡ്രൈവ്സിന്റെ പുള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ലൈറ്റ്ലി കോൺവെക്സ് സർഫസ് കൊടുത്തിട്ടുണ്ട്. ഈ കോൺവെക്സ് സർഫസിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചത്. എന്താണ്, ഓപ്ഷൻ സി ക്രൗൺ ആണ്. നമ്മുടെ പിസ്റ്റന്റെ ടോപ്പ് പോർഷനെ വിളിക്കുന്ന പേരും തന്നെയാണ് ക്രൗൺ തന്നെയാണ് അല്ലേ. അപ്പം പഠിക്കാൻ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ പുള്ളിന്റെ
സർഫസ് അല്ലേ, പുള്ളിയുടെ സർഫസിൽ ഒരു കോൺവെക്സ് ഷേപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൗണിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സെൻറ്റർ പോർഷൻ കുറച്ച് എന്തെങ്കിലും സ്ലൈറ്റ്ലി എന്തായിട്ടുണ്ടാവും, കോൺവെക്സ് ആയിട്ടുണ്ടാവും. അതായത് ഈ റിം, ഇത് നമ്മുടെ റിം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ അല്ലേ വീലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന റിമ്മിലാണ് പറയുക. അതൊരു റിം തന്നെയാണ് നമ്മളത് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ റിമ്മിൻ്റെ സെൻട്രൽ പോർഷൻ എന്തായിട്ടുണ്ടാവും, കുറച്ച് തിക്നെസ് കൂട്ടുകയും സൈഡിൽ തിക്നെസ് എന്തായിട്ടുണ്ടാവും, കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ തിക്നെസ് കൂട്ടിയ ഭാഗം, ഈ സെൻട്രൽ ഭാഗത്ത് കുറച്ച് തിക്നെസ് കൂട്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാകുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രൗണിങ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സാധാരണ PSC ചോദിക്കാറുള്ളത്. അപ്പോൾ അതും നമ്മളൊന്ന് പഠിച്ചേക്കണം. അതായത് ഷാഫ്റ്റ് ഇപ്പോൾ എക്സാക്റ്റ് പാരലലായിട്ട് എല്ലാ ഷാഫ്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബെൽറ്റ് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബെൽറ്റുകൾ എക്സാക്റ്റ് പാരലൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബെൽറ്റ് സർഫസിന് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്രൗണിങ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പുള്ളീൻ്റെ മിഡിൽ ബെൽറ്റിന് എന്ത് ചെയ്യുക, പിടിച്ചു നിർത്താൻ വേണ്ടിയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രൗണിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയ 10 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. നമ്മുടെ ഈ മെക്കാനിക്കൽ വീഡിയോയിലെ അവസാനത്തെ വീഡിയോ ആണിത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മെക്കാനിക്കലിൽ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. കാരണം മെക്കാനിക്കലിൻ്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയായിരിക്കും നിങ്ങളുടെ റാങ്ക് പോലും നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 മുതൽ 25 വരെ മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ചിലപ്പോൾ അതിൽ കൂടാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടെ മാർക്കൊക്കെ നമുക്ക് എന്താക്കണം, കരസ്ഥമാക്കാൻ സാധിക്കണം. ഇനി നമുക്ക് അത്രയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ബോൾഡാക്കി നിർത്തുക. ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ അറ്റൻഡ് ചെയ്യുക. മെക്കാനിക്കൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒന്നുമല്ല എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിലെ PSC വിന്നർ ആപ്പിലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിരന്തരം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. ഈ ഒരു ഘട്ടവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തായി അവിടെ നിന്ന് സേഫായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റാങ്കിൽ എത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആദ്യത്തെ അഡ്വൈസ് തന്നെ എല്ലാവരും കയറി പോകുന്ന രീതിയിൽ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും ഉന്നത വിജയം തന്നെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.